ഹായ് നമസ്കാരം കൂട്ടുകാരെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വന്നതാണ് കേട്ടോ. വേറൊന്നുമല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, നമ്മുടെ കൊല്ലത്ത് തീരപ്രദേശത്ത്, കൊല്ലത്ത് മാത്രമല്ല, കൊല്ലം, കരുനാഗപ്പള്ളി, പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ മൊത്തത്തിൽ തീരപ്രദേശങ്ങളിലേക്ക് ഈ കണ്ടെയ്നറുകൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടോണ്ടിരിക്കും. അപ്പോൾ കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കണ്ടെയ്നർ വരുമ്പോഴത്തേക്ക് പലരും അറിവില്ലായ്മ കൊണ്ടോ അവരുടെ ജിജ്ഞാസ കൊണ്ട് എന്താണ് അതിന് ഉള്ളിൽ എന്നറിയാൻ വേണ്ടിയിട്ട് പലരും ഇതിനടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ കൊല്ലത്തുന്ന ഒരു ദൃശ്യം വന്നത്, അടുത്തേക്ക് പോവുകയും ഇതിനുള്ളിലുള്ള സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പോലീസുകാർ അവിടെ ചെന്ന് അവരെ ഓടിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ സ്ഥലത്തും ചിലപ്പം തീരദേശം വളരെ പരന്ന് കിടക്കുന്ന തീരദേശം നമുക്കുള്ളതാണ്. അപ്പോൾ എവിടെയാണ് ഇത് വന്ന് കയറുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ തീരദേശത്തൊക്കെ ഉള്ളവരായിരിക്കും ഇത് ആദ്യം കാണുക. അപ്പോൾ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ഒരു കാരണവശാലും ചെന്ന് ഈ ഒരു സാധനത്തിനകത്ത് നിങ്ങൾ സ്പർശിക്കാനോ, അതിനുള്ളിൽ ഒരു പക്ഷേ അത് ഈ ബോക്സുകൾ ക്രാക്കായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും, ഒരു പക്ഷേ അതിനകത്തിരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഒരു കാരണവശാലും അതിനകത്ത് ചെന്ന് സ്പർശിക്കാനോ അതിനുള്ളിലിരിക്കുന്ന സാധനങ്ങൾ എടുക്കാനോ പാടില്ല. കാരണം എന്ന് വെച്ചാൽ സർക്കാർ തന്നെ വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. രാസപദാർത്ഥങ്ങളും മനുഷ്യന് ഹാനികരമായിട്ടുള്ള പല ഐറ്റംസും അതിനകത്തുണ്ട്. നിരവധി കണ്ടെയ്നറുകളിൽ അത്തരം ഗുഡ്സുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള പല ഐറ്റംസും അതിനകത്ത് ഉണ്ടാക്കിയേക്കാം. അപ്പം അതിനകത്ത് മറ്റ് പല സ്ഥലങ്ങളിലേക്കുള്ള കൺസൈൻമെൻ്റ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. നമ്മൾ അറിവില്ലായ്മ കൊണ്ടുവന്ന് ഇതെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നമുക്ക് കാരണമാവും. അതുകൊണ്ട് ഒരു കാരണവശാലും കുട്ടികളായാലും മുതിർന്നവരായാലും ആരാണെങ്കിൽ പോലും നമ്മളത് ചെന്ന് എടുക്കരുത്. നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ നേരെ പോലീസിനെയോ ഫയർഫോഴ്സിനെയോ വിവരം അറിയിക്കുക, അല്ലെങ്കിൽ കോസ്റ്റൽ ആളുകളെ അത് വിവരം അറിയിക്കുക, ബന്ധപ്പെട്ട ആളുകളെ വിവരം അറിയിക്കുക, നിങ്ങൾ ദൂരെ മാറിയിക്കുക. മനസ്സിലായോ? അപ്പം നിങ്ങളതിൻ്റെ വിശദമായിട്ടുള്ള വാർത്തകളൊക്കെ മീഡിയാസിലൊക്കെ വരും. അത് കണ്ട് മനസ്സിലാക്കുക. ഒരു കാരണവശാലും ഇതിൻ്റെ തൊട്ടടുത്തേക്ക് പോവുകയോ അതിനുള്ളിൽ എന്താണെന്ന് അറിയാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനങ്ങളും അതിനുള്ളിൽ ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. നമ്മളൊക്കെ വിചാരിക്കുന്ന, പണ്ട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, അതിനകത്ത് ഇലക്ട്രോണിക് സാധനങ്ങളും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു. ഒരു കാരണവശാലും അതൊന്നും അടങ്ങിയിട്ടില്ല. അപ്പം അത്തരം സാധനങ്ങളൊന്നും അല്ല ആ ഷിപ്പിലുണ്ടായിരുന്നത്. നമുക്ക് സാധാരണക്കാർക്ക് ആവശ്യമുള്ള ഒരു സാധനങ്ങളും ഇല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ജിജ്ഞാസ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ചെന്ന് ഇതിനകത്തൊന്നും പിടിക്കാൻ പോകാതിരിക്കുക. ചിലപ്പോൾ ഈ പറഞ്ഞ കണക്ക് സർക്കാർ തന്നെ പറഞ്ഞ കാര്യമുണ്ട്, വെള്ളവുമായിട്ട് ഇത് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ തീ പിടിക്കാനുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവാൻ ചില കണ്ടെയ്നറുകളിൽ ഉണ്ട്. 10-15 അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് കണ്ടെയ്നറാണ് നിങ്ങളുടെ തൊട്ടടുത്തേക്ക് ഒഴുകി വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. അതിനുള്ളിൽ എന്താണെന്നോ പുറത്തിരിക്കുന്നവർക്ക് അറിയത്തുമില്ല. ഇതിനകത്തൊന്നും എഴുതി വെച്ചിട്ടുമില്ല അതിനുള്ളിൽ ആണ് ഈ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കുക. കണ്ടു കഴിഞ്ഞാൽ അന്നേരം പോലീസിനെ വിവരം അറിയിക്കുക, കോസ്റ്റലായിട്ടുള്ള അതിൻ്റെ അധികാരികളെ വിവരം അറിയിക്കുക. അല്ലാതെ ടച്ച് ചെയ്യാൻ പോകരുത്. പ്രത്യേകിച്ച് നമ്മുടെ കൊല്ലത്തുള്ള ആളുകളോടാണ് പറയുന്നത്. കാര്യം കൂടുതൽ കണ്ടെയ്നേഴ്സ് അങ്ങോട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. ഒരു ഇൻഫർമേഷനാണ്, പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.